എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ റോസ് ബെൻ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നവംബർ 22 ആൻഡ് കഴിഞ്ഞ മാസം 25 അതായത് ഒക്ടോബർ 25 ഞങ്ങൾ പോളണ്ടിലേക്ക് പാവലിൻ്റെ പാരൻസിൻ്റെ കൂടെ നിൽക്കാനായിട്ട് 1 വീക്കിലേക്ക് പോയി. അപ്പം ഞാൻ കരുതി കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് കുറേയും പേഴ്സണലായിട്ടുള്ള ഫാമിലി ടൈമും റിലാക്സേഷനൊക്കെ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി ഭയങ്കര തിരക്കാണ്. പ്രോജക്റ്റിൻ്റെ ഹെവി തിങ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോജക്റ്റിൻ്റെ ഇടയിൽ ഒരു 1 വീക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടാത്ത. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ പോളണ്ടിൽ പോയത്. എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസ്റ്റർ പാവലിൻ്റെ ഫാമിലിയുടെ കൂടെയും പിന്നെ ക്രിസ്മസ് നാട്ടിൽ എൻ്റെ അപ്പയുടെയും അമ്മയുടെയും കൂടെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറ് പാവൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ. അപ്പോൾ ക്രിസ്മസിന് മുമ്പ് ഞങ്ങൾ എന്തായാലും പാവലിൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഒരു 1 വീക്കൊക്കെ പോയി നിൽക്കാറുണ്ട്. പാവൽ നോർമലി 2 വീക്സൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് പോയി ഒരുമിച്ച് വന്നു. ഹീ റിയലൈസ്ഡ് എനിക്ക് നല്ല സ്ട്രെസ്സുള്ള സമയമാണ് ഇപ്പോൾ എന്നുള്ളത്. സോ ദിസ് ബ്രേക്ക് വാസ് വെരി 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 മച്ച് മാൻഡേറ്ററി ഫോർ മീ. അപ്പോൾ ഞങ്ങൾ കാറിനാണ് പോകുന്നത്. ജർമ്മനി വഴിയാണ് പോയത്. പോണ വഴിക്ക് അങ്ങനെ ഞങ്ങൾ നല്ല പ്രകൃതി രമണീയമായ യാത്രയായിരുന്നു. ഞാനൊരു പില്ലോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ പോയി ഒരു പില്ലോ ഒക്കെ എടുത്ത് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോളണ്ടിലെത്തി. 12 hours ജേർണിയാണ്. അങ്ങനെ രാത്രിയായപ്പം പോളണ്ടിലെത്തി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാനും പാവലിൻ്റെ മമ്മിയാട്ടോ ആയിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പാവലിൻ്റെ മമ്മിയും കൂടി സിറ്റിയിൽ ചുമ്മാ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്കൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങളവിടെ വീട്ടിൽ എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ, ബിക്കോസ് വീട്ടിലുള്ള കുറേ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല, ബിക്കോസ് എനിക്ക് കൂടുതലും റിലാക്സേഷൻ വേണമായിരുന്നു. അപ്പം വീഡിയോ പ്രയോറിറ്റി സെക്കൻഡറി ആയിരുന്നു. ഇതാണ് കേട്ടോ പാവലിൻ്റെ പപ്പ. ഞങ്ങൾ അടുത്ത ദിവസം പാവലിൻ്റെ പപ്പ ഒരു പാലസ് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. What's the name of this place? Szczena. Szczena. Ładno się uważać to ma. ഭയങ്കര മഴയും തണുപ്പും ഓട്ടം സീസൺ ആയതുകൊണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല. പക്ഷേ നമ്മൾ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയായിരുന്നു മോമായിട്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടി അത് പേഴ്സണലായിട്ട് ഉള്ളൊരു ഡേ ആക്കി മാറ്റാമെന്ന് വിചാരിച്ചു, വ്ളോഗൊന്നും ഇല്ലാതെ. പക്ഷേ ഇതിപ്പോൾ എന്തായാലും പോണതിന് മുമ്പ് ഒരു വ്ളോഗെങ്കിലും എടുക്കണം എന്ന് കരുതിയിട്ടാണ്. സോ ഈ സ്ഥലത്ത് നല്ല രസമുണ്ട്. ഇത് പാരൻസ് കൊണ്ടുവന്നതാണ്. സോ നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു കേട്ടോ. അപ്പം അവിടെ കുറച്ചധികം അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് ഒരു ചെറിയൊരു ഹൈക്കിങ് പോലെ നടന്നതിന് ശേഷം നമ്മളൊരു സൂ പോലത്തെ ഒരു സ്ഥലത്ത്, സൂ അല്ല, ഒരു വൈൽഡ് ആനിമൽസിനെയൊക്കെ സേവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാൻ. പാവലിൻ്റെ മമ്മിക്കും പപ്പിക്കും ഒക്കെ ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എസ്പെഷ്യലി ഞങ്ങളുള്ളപ്പം ഭയങ്കര ഫണ്ണാണ്. പക്ഷേ ആ കുഞ്ഞ് സിറ്റി കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര ഇൻസ്റ്റഗ്രാമബിൾ പോലെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവലിൻ്റെ പാരൻസ് നമുക്ക് ഭയങ്കര സ്വീറ്റായിട്ടുള്ള 2 വ്യക്തികളാണ്. നമ്മളുടെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ നമ്മളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന 2 വ്യക്തികളാണ്. പാവൽ ഇളയമോനാണ് വീട്ടിലെ. അപ്പോൾ പാവലിൻ്റെ ചേട്ടനും ചേച്ചിയും 10 വയസ്സ് മൂത്തതാണ്. അപ്പോൾ പാവലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും പാവലിന് ഭയങ്കര ട്രീറ്റാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഡബിൾ ഇരട്ടിയാണ് എനിക്ക് കിട്ടുന്നത്. ഇത് ഞാൻ നേരത്തെ വ്ളോഗുകളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ കുറേ ഒരു അനുഗ്രഹങ്ങളുടെ
ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. ബിക്കോസ് പാവലിൻ്റെ ഫാമിലി ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കും ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുകയും ചെയ്തു. അവരും അത്രയും നല്ല വ്യക്തികളായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനും കാര്യങ്ങൾക്കൊക്കെ. പാവലിൻ്റെ പാരൻസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യില്ല, ബിക്കോസ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്നെ ഒരു ബേബിയുടെ പോലെ ഒരാഴ്ച, അതായത് എൻ്റെ ഈ ഒരു വർഷം ഞാൻ അധികം വെക്കേഷൻ എടുത്തിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു എന്താ പറയുക, നമ്മൾ വാലൻസിയ വ്ളോഗ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഉള്ള ആ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 7 months കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാനിവിടെ പോകുന്നത്. ഈ വർഷം നമുക്ക് ട്രാവൽ ചെയ്യാനേ പറ്റിയിട്ടില്ല. വാലൻസിയ പോയത് തന്നെ എനിക്ക് മാൻഡേറ്ററി 2 ആഴ്ച ലീവ് എടുക്കണം ബാങ്കിൽ, അത് നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എടുത്തതാണ്. പക്ഷേ പിന്നത്തെയുള്ള ലീവൊക്കെ ഞാൻ ഇനി അടുത്ത വർഷത്തേക്ക് മാറ്റിയേക്കാണ്. ബിക്കോസ് ഭയങ്കര ഈ ഒരു വർഷം ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ, എൻ്റെ ജോലിയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ഈ ഒരു ഫ്രെയിം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പനും അമ്മയും മോനും ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടക്കാനുള്ള ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ. അപ്പം നിങ്ങൾ കേട്ടല്ലോ അല്ലേ കാസലിൻ്റെ പേര്. ഇപ്പം എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഇപ്പം ഞാൻ പാവലിൻ്റെ അടുത്ത് അപ്പുറത്ത് പോയിട്ട് ചോദിച്ചു പേരെന്തായിരുന്നു, പക്ഷെ എൻ്റെ വായിലത് വരില്ല. അതൊരു പോളിഷ് നെയിം, അതിന് ഇംഗ്ലീഷ് നെയിം ഇല്ല. ഞാനത് എഴുതി വെച്ചേക്കാം. എന്നിട്ട് ആ കാസലിൽ വന്നു. ഇവിടെ ഒരു പെൺകുട്ടിയാണ് കാസലിൻ്റെ പിക്ചറായിട്ട് അവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനാണ് ആ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കണ്ടോ, ഇലയൊക്കെ കൊഴിഞ്ഞ് വീണ് ബ്രൗണും യെല്ലോയും റെഡൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്. Everything goes boy, girl, boy, 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 girl, boy, boy, girl, boy, dog, donkey. അങ്ങനെ ഞങ്ങൾ ആ ചെറിയ ഹൈക്കിങ്ങിലേക്ക് നടക്കാൻ പോയി. അപ്പോഴത്തേക്കിനുമാണ് നല്ലൊരു പാത്ത് കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. എനിക്കങ്ങനെ നടക്കുന്ന വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഇവിടെ ഹൈക്കിങ്ങൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഭയങ്കര വാക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഹൈക്കൊന്നുമില്ല. ഇവിടെ എല്ലാം പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനും എൻജോയ് ചെയ്യാനും ഭയങ്കര രസമാണ്. നിങ്ങളെന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ നല്ല ടയർഡാണ്. അത് പോളണ്ടിൽ പോയതിൻ്റെ ടയർഡ്നെസ് അല്ല, ആ ഒരു വർഷത്തെ ടയർഡ്നെസ്സാണ് കാണുന്നത്. എനിക്കാണെങ്കിൽ നല്ല ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് നോർമലി അയൺ കുറയുമ്പോൾ ഹെയർ ഫോള് പിമ്പിളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് അയണൊക്കെ സ്റ്റേബിള്, എൻ്റെ ഹോർമോൺസ് സ്റ്റേബിള്, അയൺ സ്റ്റേബിള്, എല്ലാം സ്റ്റേബിള്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്. സ്ട്രെസ്സും പോസിറ്റീവ് സ്ട്രെസ്സാണ്, പക്ഷെ എന്നാലും അത് സ്ട്രെസ്സാണല്ലോ. മമ്മിക്ക് ഇഷ്ടാട്ടോ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ. ഞാനാണെങ്കിൽ ആളായിട്ട് വട്ടം കറക്കും. പക്ഷെ എൻ്റെ എല്ലാ തുള്ളലിനും പാവം കൂടെ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. അതൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഈ പീപ്പിൾ. അതിൻ്റെ അവിടെ കുറേ പിന്നെ ഞങ്ങളവിടെ നടന്നൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാസലിൻ്റെ ചുറ്റുവട്ടാട്ടോ ഇത് മുഴുവൻ, അല്ലാതെ ഹൈക്കിങ് ഇപ്പം നാളെ വാക്കിങ് ചെയ്യുന്ന സ്ഥലമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസലിൻ്റെ തന്നെ ഏരിയ ആണ്. അപ്പം നമ്മൾ അതിലേക്കൂടെ നടന്നിട്ട് ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിവിടുത്തെ രാജകുമാരി ഇരുന്ന് ചായ കുടിച്ച സ്ഥലമായിരുന്നായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് ചില്ല് ചെയ്തു. ഞാൻ നല്ല തേഴ്സ്റ്റി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപ്പാണ് ഇപ്പോൾ കാണുന്നത്. പാവട്ടോ അതിനായിട്ട് ഞാൻ കാണിക്കുന്ന കണ്ടില്ലേ, പക്ഷെ എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടില്ലേ. അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിനൊക്കെ എൻ്റെ ലൈഫിൽ താങ്ക്ഫുൾ ആവണമെന്നറിയില്ല. ഞാൻ കരുതുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ട്രൂ ആയിട്ട് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് എത്ര ലേറ്റായിട്ടാണെങ്കിലും എപ്പോഴും നല്ലത് മാത്രമേ വരുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് എൻ്റെ ലൈഫ്. അപ്പോൾ അതിന് ഞാൻ ഒത്തിരി താങ്ക്ഫുള്ളാണ് ദൈവത്തോടും യൂണിവേഴ്സിനോടും ഏതൊരു എനർജിയോടും. അപ്പോൾ വെയിറ്റ് ചെയ്യുക പേഷ്യൻസോടു കൂടെ. ലൈഫിൽ വേണ്ടാത്തതും വേണ്ടതും എന്താണെന്ന് തിരിച്ചറിയുക, മെച്യൂർ ആവുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് മുഴുവൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും.
ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു കുഞ്ഞ് ടീ ഷോപ്പ്. ഞാൻ കരുതിയത് എന്താ സ്ഥലം എന്ന്, പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴാണ് അത് ടീ ഷോപ്പാണെന്ന് അറിഞ്ഞത്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് ഞാൻ അവിടുത്തെ രാജകുമാരിയുടെ പോലെ അവിടെ ഇരുന്ന് ഞാനായിരുന്നു പഴയ ജന്മത്തിൽ ആ രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ എൻജോയ് ചെയ്യായിരുന്നു. പക്ഷേ ആ ഒരു ഫീലിംഗ് വന്നിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് അങ്ങനെയൊന്നും വരാറില്ല, എനിക്കിങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാറില്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കിനും എനിക്ക് വേണം, ഞാൻ അവരുടെ ഇടയിൽ പ്രിൻസസ് ആണല്ലോ, എന്നെ പ്രിൻസസ് എന്ന് വിളിക്കും പപ്പ. അപ്പോൾ ആ ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. നല്ല തണുപ്പാണ്, നല്ല മഴയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു രസമായിരിക്കുമല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെ കൊതുകില്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ നാട്ടിൽ നമ്മുടെയൊക്കെ അവിടെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ. പക്ഷേ ഈവനിങ്സ് ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കൊതുകൊക്കെ കൊണ്ട്. ഇവിടുത്തെ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പറ്റും പുറത്താണെങ്കിലും. ആൻഡ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു 10-30 മണിക്കൂർ നടന്നു. എന്നിട്ട് ആ കാസലിൻ്റെ പുറത്തെ വേറൊരു ഭാഗത്താണ്, കാസലിൻ്റെ ഏരിയ അല്ല കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ആ സൂ എന്ന് പറഞ്ഞില്ലേ. ഞങ്ങളിവിടെ കാട്ടുപോത്തിനെ വളർത്തുന്ന സ്ഥലം, മാനിനെ വളർത്തുന്ന സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നേക്കാണ്. ആൻഡ് കുറേ നടന്നു. ആ പാലസിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറേ നടന്നു. ഇവിടെ കണ്ടോ മഷ്റൂംസ് ഉണ്ട്. So we walked. Now we are here. No cut. No. So നമുക്ക് കാണാൻ എൻ്റെ ഫോണിന് ചാർജ് ഇല്ല. എൻ്റെ ക്യാമറ ഇതുണ്ടോ പാസ്പോർട്ട് മാന്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം. Nie. Good morning, good. Is it going to be inside this? അവിടെ ഇങ്ങനെ മയിലൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ മയിലിനെ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൊച്ചിയിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വെള്ള കളറിലെ മയിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആട്ടോ കാട്ടുപോത്താന്ന് തോന്നുന്നു. കാട്ടുപോത്ത്, അവർക്ക് അതിനുള്ള പേരുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല പേര് പറയാനായിട്ട്. പിന്നെ കാട്ടുപോത്ത്, മാന്, മയിൽ, ഇത്രയും സാധനങ്ങളെ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും സാധനങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അല്ലാതെ ഒരു സൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ഫോറസ്റ്റി ആയിട്ട് തന്നെ ആ ഒരു ആംബിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ഭക്ഷണം ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് മേടിച്ചു, കാര്യം ഓൾറെഡി കുറേ ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് വൈകുന്നേരം പാവലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോളണ്ടിലുണ്ട്. നിങ്ങൾ വേറൊരു വലൻസിയിൽ പോയിട്ടുള്ള വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ സിറ്റിയിൽ തന്നെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തി. അവരെ കണ്ടു. നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കുറേ ചിറ്റ്ചാറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി പോളണ്ടിൽ വന്നാൽ ഞങ്ങളങ്ങനെ ഫ്രണ്ട്സിനെ ഒന്നും കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവാറില്ല. തോമക്ക്, ലോറ, പാവലിൻ്റെ വേറെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ്, തോമക്കും ഗേൾ ഫ്രണ്ടും, അവരെയാണ് കാണാറ്. ഒരു പ്രാവശ്യം കണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, പക്ഷെ എപ്പോഴൊന്നും നമുക്കങ്ങനെ പറ്റാറില്ല. പക്ഷെ ഇപ്രാവശ്യം ആ 1 വീക്ക് പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ലോബ്സ്റ്റർ ആട്ടോ കഴിച്ചത്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. നമ്മൾ ഇപ്രാവശ്യം പോയപ്പോൾ ആക്ച്വലി പാവലിൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് അവരുടെ ഒപ്പം, എല്ലാ ദിവസവും ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ പോകും, അത് മോളിൽ തന്നെയാണ്. No way! This was the worst looking bowling shot ever, and you scored 9 points. Oh, that's the big one. Medium. Okay. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരു ദിവസം ചേട്ടൻ്റെയും ചേച്ചിയുടെയും ചേട്ടൻ്റെ വൈഫിൻ്റെയും പിള്ളേരുടെയും കൂടെ നമ്മൾ ബൗളിങ്ങിന് പോയി.
ഞാൻ 12 വർഷം മുമ്പ് എങ്ങാണ്ടും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബൗളിങ്, ബാംഗ്ലൂരായിരുന്നപ്പോൾ. അത് പക്ഷേ ട്രിക്കും കാര്യങ്ങളൊന്നും ഭീകരമായിട്ട് അറിയില്ലെങ്കിലും ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞല്ലേ, ഞാൻ അത്ര മോശമൊന്നായിരുന്നില്ല. ഞാൻ വിജയിച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ പിന്നെ പാവൽ എന്നെ വെട്ടിച്ചു. എന്നാലും ഞാൻ സെക്കൻഡ് പ്ലേസിലായിരുന്നു. പിന്നെ സിവിൽ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോണതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിട്ടോ. എല്ലാവരുടെ അടുത്തും ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ നല്ലൊരു ഇവൻറ്റ്ഫുൾ വെക്കേഷന് ശേഷം യാത്രയായപ്പോഴൊന്നും ഞാൻ എടുത്തില്ല. 7 ദിവസം കഴിഞ്ഞ് ഇതാ ഞങ്ങൾ തിരിച്ചു വന്നു. ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിട്ട് എല്ലാ ആഴ്ചയും പാവലിൻ്റെ ഫ്രണ്ട്സിനെയും, ആ ഫുൾ ആഴ്ച പാവലിൻ്റെ ഫ്രണ്ട്സിനെയും പാവലിൻ്റെ ഫാമിലിയുടെ കൂടെയും ഓരോ ദിവസവും ഈവൻറ്റ്ഫുള്ളായിട്ടുള്ളൊരു അടിപൊളി വീക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഡെയിലി റൊട്ടീനിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.